ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് അടിപൊളി ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഏട്ടൻ ആദ്യമായിട്ട് നെയ്മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്, ഞങ്ങൾ കഴിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ മീനൊക്കെ മേടിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അതിന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് കുടംപുളി ഇല്ലാതെയാട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ വാളംപുളി വെച്ചിട്ടാട്ടോ മീൻ കറി ഉണ്ടാക്കുന്നത്. അതിനുള്ള കാരണം കുടംപുളി ഇല്ല. പിന്നെ ഇപ്പോൾ വാളംപുളി വെച്ചിട്ട് തക്കാളി ഇടാൻ 2 കഷ്ണം തക്കാളിയൊക്കെ ഇടുന്നുണ്ട്. എന്നാലും അത്ര പുളിയാകത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വാളംപുളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇത് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഉലുവ, ആവശ്യത്തിന് കടുക്, അത് നന്നായിട്ട് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് നന്നായിട്ടിട്ട് വഴറ്റുക. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് വെള്ളത്തിലൊന്ന് ചാലിച്ചെടുക്കാം കേട്ടോ. ചാലിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുക. അത് ഇപ്പോൾ മൂത്ത് വന്നിരിക്കുന്ന മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിങ്ങനെ വെള്ളമില്ലാതെ പൊടിയായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും കുഴപ്പമില്ല, ഒരു വെറൈറ്റിക്കായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താ ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ എടുത്തിടുക കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ടല്ലോ, അത് എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ മീൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും സ്പൂണിട്ട് ഒരുപാട് അങ്ങ് ഇളക്കാൻ പാടില്ല. ചിലരൊക്കെ കൈ വെച്ചിങ്ങനെ ചട്ടി കറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ചാറൊക്കെ കുറുകി വരുമ്പോഴത്തേക്കും ഈ ഒരു കളറായിരിക്കട്ടെ മീൻ കറിക്ക്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അതാ പാകത്തിന് ചോറും മീൻ കറിയും കൂട്ടി ഒരു പിടിയും പിടിച്ചിട്ട് അപ്പോൾ ഇത്ര